കഞ്ചാവടിച്ച മകനെ പോലീസ് തൂക്കി. മഖാമിൽ കൊണ്ടുപോയി നൂൽ കെട്ടിയും ഉസ്താക്കന്മാരെ കൊണ്ട് ദോരിപ്പിച്ചുമൊക്കെ വളർത്തി വലുതാക്കിയ പൊന്നാര മകനാണ്. നാലാൾ കൂടുന്നിടത്ത് മോന്റെ ഇൽമും മഹത്വം തന്നെയാണ് ഹൈദ്രോസാജിക്ക് പറയാനുണ്ടായിരുന്നത്. സംഭവം കേസായി. കഞ്ചാവടി മാത്രമല്ല, സ്വന്തം പറമ്പിൽ ചീര കൃഷിക്കുള്ളിൽ കഞ്ചാവ് ചെടിയും കൂടി ഓൻ മുളപ്പിച്ച് കച്ചവടം ചെയ്തിരുന്നുവത്രേ. വിഷയം നാട്ടാരും കുടുംബക്കാരും പള്ളി കമ്മിറ്റിക്കരുമൊക്കെ അറിഞ്ഞു. നബിദിനത്തിന് കൊടി പിടിച്ച് മുന്നിൽ അവനായിരുന്നു. മാസം ഉറപ്പിക്കാൻ ലൈവ് ഷോക്ക് മൈക്ക് പിടിക്കാൻ ഓനായിരുന്നു. ബദ്രീങ്ങളെ ആണ്ടിന് പോത്തിനെ അറുത്തത് ഓന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നാലാൾ അറിഞ്ഞത്. ഹൈദ്രോസാജി പള്ളിയിൽ പോകുന്നതും പള്ളി കമ്മിറ്റിക്ക് ചെല്ലുന്നതും ഒക്കെ ഓന്റെ ബൈക്കിന്മേലാണ്. പക്ഷേ ഓന്റെ കുരുത്തക്കേട് ഹൈദ്രോസാജിക്ക് നല്ലോണം അറിയുകയും ചെയ്യാം. പക്ഷേ അത് നാട്ടാരോട് പറയാൻ പറ്റില്ലല്ലോ. ഒന്നില്ലെങ്കിലും സ്വന്തം രക്തല്ലേ. വിഷയം കേസായി കോടതിയിൽ എത്തുമെന്നും ഓന്റെ ബാപ്പ ഞാനാണെന്ന് നാട്ടാർ മാത്രമല്ല കേരളം മൊത്തം അറിയുമെന്ന് കണ്ടപ്പോൾ ഹൈദ്രോസാജി ഒറ്റ പ്രഖ്യാപനം നടത്തി: എന്റെ മകനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് കേട്ടുനിന്ന ഹാജിയാരുടെ ഭാര്യയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ആ തണുപ്പുള്ള രാത്രിയിൽ പൊടി മഴ പെയ്യുന്ന ശബ്ദത്തിൽ ഫാനോച്ചകളുടെ നടുവിൽ ഇപ്പോ ബന്ധമില്ലത്രേ. വാൽ കഷ്ണം. സമസ്തക്ക് ബന്ധമില്ല. പ്രസിഡന്റ് അറിയില്ല. അമ്പലം ഫൈസിക്ക് അറിയില്ല. ഡയറക്ടറേറ്റ് ബോർഡ് ഇന്ന് അറിയില്ല. മുണ്ടുംപാറ ഉംറയിലാണ്, ആരും ബന്ധപ്പെട്ടിട്ടില്ല. എഡിറ്റർ ഉസ്താദ് പണ്ടേ ബന്ധം ഒഴിവാക്കി. സഖാവ് കൂമണ്ണ അറിയില്ല. ഫത്ന ദാരിമി അറിയില്ല. ഇവരൊന്നും അറിയാതെ ഒരു പത്രത്തിന്റെ മുഴുപേജ് വിവാദ പരസ്യം പാറി വരുന്നു. ഭൂരിഭാഗം പേരും ഭയങ്കര തിരക്കിലാണ്. ബാക്കിയുള്ളവർ മൗനത്തിലും. ഒന്ന് അങ്ങോട്ട് ചോദിക്കരുത്. കാരണം ഇത് ഔലിയാക്കളുടെ സംഘമാണ്. സംഘം ശുദ്ധമാണ്. അതിലെ കീടങ്ങളെ നശിപ്പിപ്പേ പറ്റൂ.